റാഞ്ചിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തുകൂടി ഞാൻ സഞ്ചാരം തുടരുകയാണ്. രാവിലെ 9 കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്ര പരിസരത്തെത്തിയതാണ്. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ചുറ്റുവേലിയിൽ തൊങ്ങലോടുകൂടിയ ചുവന്ന തുണി നിരത്തിക്കെട്ടിയിരിക്കുന്നത് കാണാം. ഇതൊരാചാരമാണ്. അതേക്കുറിച്ച് എന്റെ കൂടെ സഞ്ചരിക്കുന്ന ഡോക്ടർ അജിത് പറഞ്ഞു തന്നു. താൻ പ്രാർത്ഥിച്ച കാര്യം സാധിച്ചു തന്നാൽ ഭഗവാന് ഒരു നേർച്ച അർപ്പിക്കാമെന്ന പ്രതിജ്ഞയുടെ ഭാഗമാണ് തുണി. അജിത് സന്താൾ ഗോത്രക്കാരനാണ്. ഹോമിയോയും നാട്ടുവൈദ്യവും കൊണ്ട് ചികിത്സ നടത്തുന്ന ഇദ്ദേഹം മുൻപ് ഒരു ആക്ടിവിസ്റ്റും പത്രപ്രവർത്തകനുമെല്ലാമായിരുന്നു. ഈ ചുവന്ന തുണി കെട്ടുന്നതിലൂടെ ഭക്തർ ഭഗവാന് ഒരു നിവേദനം കൊടുക്കുകയാണെന്ന് ഡോക്ടർ അജിത് പറഞ്ഞു. നേർച്ച സ്വർണമോ പണമോ ആയിരിക്കാം. മറ്റൊരു ഭാഗത്ത് കത്തിക്കരിഞ്ഞ ഏതാനും ബൈക്കുകൾ കാണാം. അതിന്റെ കഥയും അജിത് പറഞ്ഞു തന്നു. ക്ഷേത്ര ജീവനക്കാരുടെ ബൈക്കുകളായിരുന്നു ഇവ. ഇവിടുത്തെ ഗോത്രവർഗക്കാരും സവർണ ഹിന്ദുക്കളും തമ്മിൽ ചിലപ്പോഴൊക്കെ ചെറിയ സംഘർഷമുണ്ടാവാറുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ബൈക്ക് കത്തിക്കലെന്ന് സംശയമുണ്ടെങ്കിലും പ്രതികളെ ആരെയും പിടികൂടിയിരുന്നില്ല. 2025 ഡിസംബർ 27 അർദ്ധരാത്രിക്ക് ശേഷമാണ് ബൈക്കുകൾ കത്തിച്ചത്. ക്ഷേത്രമുറ്റത്തു നിന്നും ഞങ്ങൾ കുന്നിറങ്ങി തുടങ്ങി. താഴെയാണ് കാർ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇറങ്ങിയെത്തുമ്പോൾ വിചിത്ര രൂപമുള്ള ചില വണ്ടികൾ കാണാം. കരിമ്പ് ജ്യൂസ് അടിക്കുന്ന യന്ത്രം ഘടിപ്പിച്ചിരിക്കുന്ന വണ്ടിയാണ്. ജയ്പൂരിലുള്ള HP മിഷണറി എന്ന കമ്പനി ഉണ്ടാക്കിയ വണ്ടി. പിറകിൽ ഒരു ഡീസൽ എഞ്ചിൻ. കടും വർണ്ണങ്ങൾ അണിഞ്ഞ് ചിത്രപ്പണികളുമായി അതങ്ങനെ നിൽക്കുന്നു. സ്വയം ഓടുന്ന വണ്ടിയാണ്. കെട്ടിവലിച്ചു കൊണ്ടുപോവുകയൊന്നും വേണ്ട. വർക്ക്ഷോപ്പുകളിൽ തട്ടിക്കൂട്ടിയുണ്ടാക്കുന്ന ഇതുപോലുള്ള വാഹനങ്ങൾ ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറൊരിടത്തും കണ്ടെന്നു വരില്ല. ഞങ്ങൾ അവിടെ നിന്നും കാറിൽ കയറി യാത്ര തുടർന്നു. ഓട്ടോറിക്ഷയിൽ കെട്ടിവെച്ചു കൊണ്ടുപോകുന്ന മുളങ്കമ്പ് നമ്മുടെ വാഹനത്തിൽ ഇടിച്ചേക്കുമെന്ന ഭയം തോന്നും. ഡ്രൈവർ പ്രമോദ് വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകെട്ടിക്കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയ നേരം കൊണ്ട് കഴിച്ചിരുന്നു. ഇനി ഞങ്ങൾ പത്രാത്തു എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. രാവിലെ തന്നെ അവിടമൊന്ന് കണ്ടിരിക്കണമെന്ന് അജിത് പറഞ്ഞതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ടൂറിസ്റ്റുകൾ ധാരാളം എത്തുന്ന ഒരു സ്ഥലമാണ് പത്രാത്തു. പത്രാത്തുവിൽ ഒരു തടാകമുണ്ട്. അതാണ് ടൂറിസത്തിന്റെ കേന്ദ്രസ്ഥാനം. അവിടേക്ക് പോകുമ്പോൾ വലതുവശത്ത് അങ്ങകലെ ഒരു കെട്ടിട കോംപ്ലക്സ് കാണാം. ഇവിടുത്തെ വിധാൻസഭയാണ് അത്. നിയമസഭാ മന്ദിരം. 2000 ആണ്ട് നവംബർ 15 ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ രൂപീകരണം. 2015 പുതിയ നിയമസഭാ കോംപ്ലക്സിന് തറക്കല്ലിട്ടു. 2019 നവംബർ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 465 കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. നേരെ എതിർവശത്ത് ഇവിടുത്തെ ഹൈക്കോടതിയാണ്. മുൻപ് ബീഹാർ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഇന്നത്തെ ജാർഖണ്ഡ്. ഗോത്ര ജനവിഭാഗങ്ങൾ കൂടുതലുള്ള ഈ മേഖലയെ ഒരു സംസ്ഥാനമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന നിരന്തര പ്രക്ഷോഭങ്ങളുടെ ഫലമായാണ് ഇങ്ങനെയൊരു സംസ്ഥാനം രൂപം കൊണ്ടത്. 19-ാം നൂറ്റാണ്ടിൽ ബിർസ മുണ്ട എന്ന ആദിവാസി നേതാവിന്റെ കാലത്ത് തന്നെ ഗോത്രവിഭാഗങ്ങൾ തങ്ങളുടെ സ്വത്വവും ഭൂമിയും സംരക്ഷിക്കാൻ ഇവിടെ സമരം തുടങ്ങിയിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം 1950-ലാണ് ജാർഖണ്ഡ് പാർട്ടി ആദ്യമായി ഒരു പ്രത്യേക സംസ്ഥാനം എന്ന ആവശ്യമുന്നയിച്ചത്. ആ കനലങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കെ 1972 ഷിബു സോറനും വിനോദ് മഹോത്തയും ചേർന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ച രൂപീകരിച്ചു. ബീഹാറിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഖനികൾ കൂടുതലുള്ള ജാർഖണ്ഡ് മേഖല അവഗണിക്കപ്പെടുന്നു എന്നതായിരുന്നു അവരുടെ ആരോപണം. ധാരാളം കൽക്കരി ഖനികളും ഇരുമ്പ് ഖനികളുമൊക്കെയുള്ള ഈ പ്രദേശം ഒരു സംസ്ഥാനമാക്കണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെട്ടു. അങ്ങനെ സംസ്ഥാനം നിലവിൽ വന്നു. എങ്കിലും ഇപ്പോഴും അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റപ്പെട്ടിട്ടില്ല. നക്സൽ പ്രസ്ഥാനങ്ങൾ മുതൽ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദി പ്രസ്ഥാനങ്ങൾ പലതും ജാർഖണ്ഡിലുണ്ടായി. അതിന് കാരണം ഇവരെ പലരും ചൂഷണം ചെയ്തു എന്നതാണ്. ആ ചൂഷണത്തിന് അറുതി വന്നിട്ടില്ലെങ്കിലും ഗോത്രവർഗക്കാരുടേതായ ഗവൺമെന്റ് ഉള്ളതിനാൽ കുറച്ചൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ട്. നിരവധി ട്രൈബുകളുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. സംസ്ഥാനത്തെ ജനതയിൽ പ്രമുഖ സ്ഥാനവും അവർക്ക് തന്നെ. സന്താൾ, മുണ്ട എന്നിവയൊക്കെ അതിൽ പ്രബലരാണ്.
പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ് വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന 8 ഗോത്രങ്ങൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക്. എങ്കിലും അവരൊക്കെ പട്ടിണിപ്പാവങ്ങളാണെന്ന് പറയാനാവില്ല. മിക്കവർക്കും കൃഷിയിടങ്ങളുണ്ട്. 5-6 ഏക്കർ കൃഷിയിടങ്ങളുള്ള ആദിവാസി കുടുംബങ്ങളുണ്ട് ഇവിടെ. റാഞ്ചി പട്ടണത്തെ ചുറ്റിപ്പോകുന്ന ഒരു 6 വരി പാതയാണിത്. ഈ കാണുന്ന മതിൽക്കെട്ടിനകത്ത് ക്രിക്കറ്റ് താരം MS ധോണിയുടെ ഫാം ഹൗസ് ആണുള്ളത്. ജാർഖണ്ഡുകാരനായ അദ്ദേഹം ഇപ്പോൾ വസിക്കുന്നത് ഇവിടെയാണ്. റിംഗ് റോഡിന്റെ ഭാഗം തന്നെയാണ് ഇതെല്ലാം. ദാദാ ദിലി എന്ന ഒരു പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ജാർഖണ്ഡിന്റെ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ല് ഖനികളാണ്. അതിൽ തന്നെ കൽക്കരി ഖനികളാണ് കൂടുതലും. CCL അഥവാ സെൻട്രൽ കോൾഫീൽഡ്സ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് പ്രധാനമായും ഇവിടെ ഖനികൾ മാനേജ് ചെയ്യുന്നത്. ഖനികൾ കൊണ്ടുള്ള വലിയ മെച്ചം ഇവിടുത്തെ ആദിവാസികൾക്കോ ഗോത്രവിഭാഗങ്ങൾക്കോ കിട്ടുന്നില്ല. അവരിപ്പോഴും കൃഷിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ചിലരൊക്കെ അനധികൃത ഖനികളിൽ ജോലി ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റേതല്ലാത്ത അത്തരം ഖനികളുമുണ്ടിവിടെ. പിത്തോറിയ എന്നൊരു സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പച്ചക്കറി ഉൽപാദനത്തിന്റെയും വിപണനത്തിന്റെയും ഒരു കേന്ദ്രമാണ് പിത്തോറിയ. ധാരാളം ഫാമുകളുള്ള ഇടം. ഇവിടുത്തെ ഗോത്രവർഗക്കാർ തന്നെയാണ് കൃഷികൾ നടത്തുന്നത്. അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളിൽ നല്ലൊരു ശതമാനം ഇവിടെ നിന്നും ലോറികളിൽ കയറ്റി ഡൽഹി വരെ എത്തുന്നു. ജാർഖണ്ഡിന്റെ തന്നെ പ്രധാന ഭാഗങ്ങൾ ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിലേക്കെല്ലാം പച്ചക്കറി കയറ്റിവിടുന്ന സ്ഥലമാണ് പിത്തോറിയ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ പിത്തോറിയ ഒരു സമ്പന്ന ഗ്രാമമായി അറിയപ്പെട്ടിരുന്നു. ഇവിടുത്തെ മലഞ്ചെരുവിൽ ഒരു കോട്ടയുണ്ട്. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ഒരു ആയുധപുരയായിരുന്നു അത്. പിത്തോറിയ പിന്നിട്ടതോടെ പ്രമോദ് ഇനി ഘാട്ട് റോഡിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞു. മലമ്പാതയിലേക്ക്. കയറ്റമല്ല, ഇറക്കമാണിനി. കാരണം ഒരു പീഠഭൂമിയിലാണ് റാഞ്ചിയുടെ സ്ഥാനം. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ. അവിടെ നിന്നും ഈ പാതയിലൂടെ താഴേക്കിറങ്ങുകയാണ്. ഇറങ്ങിച്ചെല്ലുമ്പോൾ പത്രാത്തു വാലിയിലേക്കെത്തും. പത്രാത്തു ഘാട്ടി എന്നാണ് ഈ മലമ്പ്രദേശം അറിയപ്പെടുന്നത്. ഒഴിവു ദിവസങ്ങളിൽ ധാരാളം നാട്ടുകാർ പത്രാത്തു വാലിയിലേക്ക് വരുമെന്നാണ് ഡോക്ടർ അജിത് പറയുന്നത്. ഹെയർപിൻ വളവുകളുള്ള മലമ്പാത. ഒരു വശത്ത് അങ്ങു ദൂരെ താഴ്വാരമാണ്. വയനാട് ചുരം ഇറങ്ങുന്നതുപോലെ ഇറങ്ങണം. വഴിയരികിലൊക്കെ ധാരാളം വാഹനങ്ങളുണ്ട്. പല പല വ്യൂ പോയിന്റുകളുണ്ട് ഈ പാതയിൽ. ആളുകൾ താഴ്വാര കാഴ്ചകൾ കാണാൻ ഇറങ്ങുന്ന സ്ഥലങ്ങൾ. കുറെ വാഹനങ്ങളും ആളുകളുമുള്ള ഒരു വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തി ഞാനും ഇറങ്ങി. കാഴ്ചക്കാരും കച്ചവടക്കാരുമെല്ലാമുണ്ട്. ചരക്കുവണ്ടികൾ തലങ്ങും വിലങ്ങും പോകുന്ന ഒരു പാത കൂടിയാണിത്. ഇന്ത്യൻ പാതകളിൽ എവിടെയുമുള്ള കാഴ്ചയാണല്ലോ അത്. റാഞ്ചിയിലെ മധ്യവർഗക്കാരൊക്കെയാണ് ഇവിടേക്ക് വരുന്നത്. കുടുംബസമേതവും കൂട്ടുകാർക്കൊപ്പവുമെല്ലാം വന്നിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പാനിപൂരിയും മറ്റും വിൽക്കുന്ന ആളുകൾ. അവധി ആഘോഷിക്കാനായി എത്തിയ പുതിയ തലമുറ. ചെറുപ്പക്കാരുടെ സംഘങ്ങൾ താഴ്വാരത്തെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നു. താഴെ വൈൻഡിംഗ് റോഡുകൾ കാണാം. ഹെയർപിൻ വളവുകളുള്ള റോഡ്. ആ ഇറക്കം കഴിയുമ്പോഴാണ് പത്രാത്തു വാലി എന്ന താഴ്വാരത്തെത്തുക. അവിടെ വലിയൊരു തടാകമുണ്ട്. അതാണ് പ്രധാന ആകർഷണം. നിരവധി റിസോർട്ടുകളൊക്കെയുള്ള ഒരു പ്രദേശമാണത്. ജാർഖണ്ഡിലെ ജനങ്ങളിൽ 55% ഹിന്ദുക്കളാണ്. 23% വരും ആദിവാസി ജനസംഖ്യ. അവർ ശരിക്കും ഹിന്ദു വിശ്വാസങ്ങൾ പിന്തുടരുന്നവരല്ല. സർണ എന്നതാണ് മതം. ഛോട്ടാ നാഗ്പൂർ സമതലത്തിലെ ആദിവാസികളുടെ പരമ്പരാഗത ആചാരങ്ങളും വിശ്വാസങ്ങളുമെല്ലാം സർണയിസത്തിൽ അധിഷ്ഠിതമാണ്. 15% മുസ്ലിങ്ങളുണ്ട് ജാർഖണ്ഡിൽ. 8% ക്രിസ്ത്യാനികളും. കരിമീൻ ജ്യൂസ് അടിക്കുന്ന യന്ത്രമൊക്കെ നിർത്താതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുളപ്പിച്ച കടല കൂന കൂട്ടി വെച്ചിരിക്കുന്നു. നാട്ടിൻപുറങ്ങളിലെ വഴിയോരങ്ങളിൽ അങ്ങനെ പല വിചിത്ര വിഭവങ്ങളുമുണ്ട്. നമുക്ക് കൗതുകം തോന്നുന്ന വിഭവങ്ങളാണവ. ഐസ്ക്രീമും ബലൂണും കരിക്കുമെല്ലാം വിൽക്കുന്നവർ ഇവിടെയുമുണ്ട്.
അവിടെ നിന്നും മലയിറക്കം തുടർന്നു. റാഞ്ചിയിൽ നിന്ന് വടക്കോട്ട് യാത്ര ചെയ്താലാണ് പത്രാത്തുവിൽ എത്തുക. പത്രാത്തുവൊക്കെ മൈനിങ്ങിന്റെ പ്രദേശങ്ങളാണ്. പ്രധാന ട്രൈബൽ പ്രദേശങ്ങളുമാണിവിടം. റാഞ്ചിക്ക് സമീപമുള്ള ഏറ്റവും പ്രമുഖമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് പത്രാത്തു. കൃഷിയുടെയും കൽക്കരി ഖനനത്തിന്റെയും ഒരു പ്രധാന കേന്ദ്രം. മേഖലയിലെ പ്രധാന വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളിലൊന്നുമാണ് പത്രാത്തു. ജാർഖണ്ഡിലെ ഏറ്റവും പഴയതും പ്രധാനപ്പെട്ടതുമായ താപവൈദ്യുതി നിലയം പത്രാത്തു തെർമൽ പവർ സ്റ്റേഷൻ ആ താഴ്വരയിലാണ്. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡിന്റെ വലിയൊരു ഉരുക്ക് നിർമ്മാണശാലയും അവിടെ പ്രവർത്തിക്കുന്നു. സഞ്ചാരത്തോടൊപ്പം അമേരിക്കയിലൂടെ ഒരു ദീർഘയാത്ര നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. ഞങ്ങൾ പത്രാത്തു ലേക്ക് റിസോർട്ട് എന്ന ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. വലിയൊരു പടിപ്പുരയൊക്കെയുണ്ട്. ലേക്ക് റിസോർട്ട് ഒരു ഹോട്ടലൊന്നുമല്ല, സർക്കാർ ഒരുക്കിയ ഒരു പൊതു ഉല്ലാസ കേന്ദ്രമാണ്. ഗോത്രചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത് രസകരമായി ഡിസൈൻ ചെയ്തതാണ് പടിപ്പുര. യൂണിഫോം ധാരികളായ കുട്ടികളുടെ സംഘങ്ങൾ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടുത്തെ രാധാ ഗോവിന്ദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. സ്റ്റുഡൻസിന് എൻട്രി ഫീയിൽ ഡിസ്കൗണ്ട് ഉണ്ടാവാം. ഞാൻ 20 രൂപയുടെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. മേഖലയിലെ ആദിവാസി ജീവിതം പ്രതിഫലിപ്പിക്കുന്ന ചില ശില്പങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ പ്രദേശത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ആദിവാസി വിഭാഗങ്ങളിലുള്ളവരാണ്. നഗരങ്ങളിലാണ് മറ്റുള്ളവർ കൂടുതലായി വസിക്കുന്നത്. നടന്ന് തടാക തീരത്തേക്കെത്തി. ശരിക്കും ഈ തടാകം ഒരു ഡാമിന്റെ റിസർവോയറാണ്. പത്രാത്തു ഡാമിന്റെ റിസർവോയർ 1960കളിലാണ് ഡാം നിർമ്മിച്ചത്. പത്രാത്തു തെർമൽ പവർ സ്റ്റേഷനിലേക്കും താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നതിനാണ് ഡാം പണിതത്. നാൽക്കർണി നദിയിലാണ് ഡാം. 210 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ളതാണ് ഈ തടാകം. പത്രാത്തു മേഖലയിലെ വ്യവസായ കാർഷിക രംഗങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയിരുന്ന ഡാമിനെ ടൂറിസത്തിനായി ഉപയോഗിച്ചു തുടങ്ങിയത് 2010ലാണ്. അന്നാണ് ഇവിടെ ഇത്തരത്തിലുള്ള ബോട്ടിംഗ് ആരംഭിച്ചതും. ധാരാളം ബോട്ടുകളുണ്ട് തടാകത്തിൽ. തുഴയുന്ന ഷിക്കാരകളാണ് കൂടുതലും. തടാകത്തിൽ ധാരാളം പക്ഷികളെ കാണാം. വിദേശങ്ങളിൽ കണ്ടിട്ടുള്ള തരം പക്ഷികളാണല്ലോ എന്ന് ഞാൻ മനസ്സിലോർത്തു. അപ്പോഴാണ് ഇത് ദേശാടന പക്ഷികളാണെന്ന് അജിത് പറഞ്ഞു തന്നത്. സൈബീരിയയിൽ നിന്നുള്ളവയാണ്. തണുപ്പുകാലത്ത് സൈബീരിയയിൽ നിന്ന് ഇവ ഇവിടേക്ക് വരും. അവിടെ കൊടും ശൈത്യമാകുന്ന സമയത്ത് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ഇവർ ഇവിടെ ഉണ്ടാകും. ടൂറിസ്റ്റുകൾ ബോട്ടിലിരുന്ന് പക്ഷികൾക്ക് തീറ്റ എറിഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവ ബോട്ടുകളെ ചുറ്റിപ്പറക്കുന്നത് തീരത്ത് നിന്നുള്ള രസകരമായ ഒരു കാഴ്ച. പത്രാത്തു ഡാമിന്റെ റിസർവോയർ ഒരു തടാകമായി രൂപപ്പെട്ട കാലത്ത് തന്നെ ഇവിടം ദേശാടന പക്ഷികളുടെ ഒരു താവളമായിരുന്നു. അതിനു മുൻപും നാൽക്കർണി നദിയുടെ തീരത്തും ചതുപ്പുകളിലും ചെറിയ തോതിൽ അവയുടെ സാന്നിധ്യമുണ്ടായിരുന്നതാണ്. സൈബീരിയയിൽ നിന്നുള്ള പക്ഷികൾ മാത്രമല്ല ഇവിടെ എത്തുന്നത്.
സെൻട്രൽ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി പക്ഷികൾ കൂട്ടമായി ഇവിടെ എത്തുന്നുണ്ട്. യൂറോപ്യൻ വാട്ടർഫോൾ അഥവാ കുളക്കോഴി, മധ്യേഷ്യയിൽ നിന്നുള്ള ഒരിനം വാത്തകൾ, കൂട്ട് എന്ന ഒരിനം കറുത്ത നീർക്കോഴി, എരണ്ട, കാട്ടുതാറാവുകൾ എന്നിങ്ങനെ പലതരം പക്ഷികൾ വരുന്നു. നവംബറിലാണ് വിദൂരങ്ങളിൽ നിന്നുള്ള പക്ഷികളുടെ ആദ്യ സംഘം എത്തുക. ഇവിടെ ഇങ്ങനെ നിന്ന് സെൽഫി എടുക്കുന്നതിനു പിന്നിൽ ഒരു കാര്യമുണ്ട്. ഫോട്ടോ എടുക്കും മുൻപ് പക്ഷികൾക്ക് കുറച്ച് തീറ്റ ഇട്ടു കൊടുക്കും. മിക്സ്ചർ പോലുള്ള എന്തൊക്കെയോ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് തിന്ന് ഇവയ്ക്ക് അസുഖം പിടിക്കില്ലേ എന്ന് സംശയിച്ചു പോകും. യൂറോപ്പിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നുമൊക്കെ വരുന്നവരാണല്ലോ. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ അണിഞ്ഞു തന്നെയാണ് പോകുന്നത്. ബോട്ട് സർവീസ് നടത്തുന്നവർ സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ധാരാളം ബോട്ടുകളുണ്ട് തടാകത്തിൽ പലയിടത്തായി. സ്പീഡ് ബോട്ടുകളുമുണ്ട്. അവധി ദിവസങ്ങളിലാണ് ടൂറിസ്റ്റുകൾ കൂടുതലായി എത്തുന്നത്. അവരിൽ മിക്കവരും റാഞ്ചിയിൽ നിന്ന് വരുന്നവരുമാണ്. ബോട്ടിംഗ് മാത്രമല്ല വിനോദം. നല്ല മെഴുത്ത മിടുക്കന്മാരായ കുതിരകളുണ്ട് ഇവിടെ. അതിൻ്റെ പുറത്ത് കയറി സവാരി നടത്താം. ആവശ്യത്തിലധികം മാലയും ആഭരണങ്ങളും അണിയിച്ചിട്ടുണ്ടെന്നതൊഴിച്ചാൽ നല്ല വൃത്തിയും ഭംഗിയുമുള്ള കുതിര. അതിൻ്റെ പുറത്ത് കയറ്റി ചെറിയൊരു ദൂരം കുതിരയെ നടത്തി തിരികെ കൊണ്ടുവന്ന് ഇറക്കിവിടും. അച്ഛനും കൂളിംഗ് ഗ്ലാസ് വെച്ച കുഞ്ഞും വലിയ പത്രാസോടെ കുതിരപ്പുറത്ത് അങ്ങനെ പോകുന്നു. ഇന്ത്യയിലെ സാധാരണക്കാരുടെ ആഘോഷം തന്നെയാണല്ലോ ഇത്തരം കുതിര സവാരിയൊക്കെ. ചെറിയൊരു ദൂരം കുതിരയെ നടത്തി തിരികെ കൊണ്ടുവന്ന് ഇറക്കിവിടും. ഛോട്ടാ ഭീമിന്റെ ഒരു പ്രതിമയും അതിനു ചുറ്റും കുറെ ടോയ് കാറുകളുമുള്ള ഒരു കൊറോസൽ ഇവിടെയുണ്ട്. പക്ഷേ അതിൽ കുട്ടികളൊന്നും കയറുന്നത് കണ്ടില്ല. മറ്റൊരു ഭാഗത്ത് ഒരു ട്രാംപോളിൻ. കുട്ടികൾക്ക് ചാടാം, കുത്തിമറിയാം. വഴിയരികിൽ ഒരു തട്ടും വെച്ച് അതിൽ മുളപ്പിച്ച കടലയും തക്കാളിയും നാരങ്ങയുമൊക്കെ വെച്ചിരിക്കുന്നു. ഏത് ഉല്ലാസ കേന്ദ്രത്തിലും കാണുന്നത് പോലെയുള്ള കച്ചവടക്കാർ. മുഖത്ത് നിരാശ പ്രതിഫലിക്കുന്ന ഒരു ഗോത്ര സ്ത്രീയാണ് കച്ചവടക്കാരി. അവർ ചെറിയ കടലാസ് കുമ്പിളിൽ ഉപ്പും മുളകുപൊടിയും ചേർത്ത് പാക്ക് ചെയ്യുന്നു. ഇവിടെ വിക്കി ഫാസ്റ്റ് ഫുഡ് എന്ന ചെറിയൊരു തട്ടുകടയുണ്ട്. നൂഡിൽസ് തത്സമയം ഉണ്ടാക്കി കൊടുക്കുകയാണിവിടെ. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങളും ഓരോ നൂഡിൽസ് ഓർഡർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അജിത്തിനാണ് കൂടുതൽ വിശപ്പ്. അദ്ദേഹം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അതിപ്പോഴാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് കഴിച്ചാലോ എന്ന് അജിത്ത് ചോദിച്ചു. വൃത്തിയുണ്ടാവുമോ എന്നതായിരുന്നു എൻ്റെ സംശയം. പാചകം ചെയ്യുന്നതോടെ അതിലുള്ള അണുക്കളൊക്കെ ചത്തുപോയിക്കൊള്ളുമെന്ന ഒരു ശാസ്ത്രതത്വം അജിത്ത് പങ്കുവച്ചു. അങ്ങനെ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ച് നൂഡിൽസ് ഓർഡർ ചെയ്യുകയായിരുന്നു. കച്ചവടക്കാരനും രാവിലെ മുതൽ വെറുതെ ഇരിക്കുകയായിരുന്നു. കുറെ പച്ചക്കറികൾ അരിഞ്ഞിട്ട് വഴറ്റുകയാണ് ആദ്യ പരിപാടി. ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും സവോളയുമെല്ലാമുണ്ട്. ഒരു പ്ലേറ്റ് നിറയാനുള്ളത്ര പച്ചക്കറികളുണ്ട്. അതെല്ലാം കൂടി എണ്ണയിലിട്ട് നന്നായി ഒന്ന് വഴറ്റി. ഇടയ്ക്ക് അതിലൽപ്പം സോയാ സോസ് ചേർക്കുന്നു. നൂഡിൽസിന് ഇത്രയധികം പച്ചക്കറികൾ എന്തിനാണെന്ന് എനിക്ക് സംശയമായി. അയാളുടെ പാചകം കണ്ടുകളയാമെന്ന് തന്നെ തീരുമാനിക്കുകയും ചെയ്തു. പിന്നെയാണ് നൂഡിൽസ് എടുത്തത്. അത് പകുതി പാചകം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഇടിയപ്പം പോലെയുണ്ട്. അത് തവയിലേക്കിട്ടൊന്ന് ഇളക്കിയപ്പോഴേക്കും വെജിറ്റബിൾസ് മുഴുവൻ എവിടെ പോയെന്ന് കണ്ടില്ല. അത്രയും പച്ചക്കറികൾ ആവശ്യമായിരുന്നെന്ന് ഇപ്പോൾ മനസ്സിലായി. എന്തൊക്കെയോ സോസുകൾ ഒഴിച്ചും പൊടികളിട്ടും നന്നായി ഇളക്കുന്നതോടെ നൂഡിൽസിന്റെ നിറവും ഭാവവുമൊക്കെ ആകെ മാറി. ഇളക്കി അതിനെ നന്നായി ഒന്ന് പരുവപ്പെടുത്തി. പിന്നെ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. തവയിലേക്ക് എണ്ണയൊഴിച്ചു. അതിലേക്ക് കുറെ സവാള അരിഞ്ഞിടുന്നു. എഗ് നൂഡിൽസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അടുത്തതായി എഗ്ഗ് റെഡിയാക്കണം. സവോളയോടൊപ്പം പച്ചമുളക് അരിഞ്ഞിട്ട് ഉപ്പുപൊടിയും ചേർത്ത് അതൊന്ന് വഴറ്റി. ആവശ്യത്തിന് മുളകുപൊടിയും മസാലപ്പൊടിയും എല്ലാം ഇടുന്നുണ്ട്. പിന്നെ 2 മുട്ട പൊട്ടിച്ച് അതിലേക്കൊഴിച്ചു. അതിനി ചിക്കിയെടുക്കണം. ഇത്തരം വഴിയോര കച്ചവടക്കാരുടെ പാചകം ഇങ്ങനെ കണ്ടു നിൽക്കുന്നത് രസമാണ്. കുറച്ചുകൂടി ഉപ്പുപൊടിയിട്ടു. കുറച്ച് മുളകുപൊടിയൊക്കെ ചേർത്തു. എന്നിട്ട് അതൊന്ന് ചിക്കിയെടുത്തു. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നൂഡിൽസ് കോരിയിട്ടു. ഒന്നുകൂടി മിക്സ് ചെയ്തു. എഗ് നൂഡിൽസ് റെഡി.
5 മിനിറ്റ് കൊണ്ട് പാചകം കഴിഞ്ഞു. വലിയ തരക്കേടില്ല നൂഡിൽസ്. അജിത്തും അത് സാക്ഷ്യപ്പെടുത്തി. വൃത്തിയെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കാതിരിക്കുക. നന്നായി വേവിച്ചെടുക്കുന്നതാകയാൽ ആത്മവിശ്വാസത്തോടെ അത് കഴിച്ചു. തടാകത്തിൽ നന്നായി അലങ്കരിച്ച ധാരാളം ഷിക്കാരകൾ. പൂക്കളും വർണ്ണത്തുണികളും ചായവും കൊണ്ട് അവയെല്ലാം നാടൻ രീതിയിൽ സുന്ദരമാക്കിയിരിക്കുന്നു. അതിലെല്ലാം ടൂറിസ്റ്റുകളുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നൂറ്റാണ്ടുകളായി ഇവിടെയുള്ള ഒരു പ്രകൃതിദത്ത തടാകമാണ് ഇതെന്ന് തോന്നും. 1960കളിൽ മാത്രം രൂപപ്പെട്ട ഒരു റിസർവോയറാണല്ലോ പത്രാതു തടാകം. 1 മണിക്കൂറോളം ഞങ്ങൾ ആ തീരത്ത് ചെലവഴിച്ചു. ഞങ്ങൾ നഗരത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പ്രമോദ് വാഹനവുമായി എത്തി. അതിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. വന്ന വഴി തന്നെ ഇനി മല കയറണം. മല കയറി അങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ജാർഖണ്ഡിലെ ഗോത്ര സംസ്കാരത്തെക്കുറിച്ചാണ്. ജാർഖണ്ഡ് എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം വനപ്രദേശം എന്നാണ്. ഇവിടുത്തെ വനങ്ങളിൽ ആദിമകാലം മുതൽ ധാരാളം ഗോത്രവിഭാഗങ്ങൾ അധിവസിച്ചിരുന്നു. വ്യത്യസ്ത സംസ്കാരം പുലർത്തുന്ന ഗോത്രങ്ങൾ. ദരിദ്രരൊന്നുമല്ല അവർ. ധാരാളം കൃഷിഭൂമിയുള്ള ഗോത്ര കുടുംബങ്ങൾ ഇന്നാട്ടിലുണ്ട്. നടുമുറ്റത്തോടുകൂടിയ ഓടിട്ട വലിയ വീടുകളിൽ താമസിക്കുന്നവരുമുണ്ട്. ആ ഗോത്രങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കെ കാർ റാഞ്ചിയിലെത്തി. റാഞ്ചിയിലെ റമദ ഹോട്ടലിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇക്കാണുന്നതാണ് ആ ഹോട്ടൽ. നേരം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറന്റുകളാണ് ഇവിടുത്തേത്. ബാഗെല്ലാം മുറിയിൽ കൊണ്ടുപോയി വെച്ച ശേഷം യാത്ര തുടരാമെന്ന് തീരുമാനിച്ച് കോറിഡോറിലൂടെ നടന്നു. റാഞ്ചിയിലെ മികച്ച ഹോട്ടലുകളിലൊന്നാണ് റമദ. നല്ല മുറി, നല്ല ഫെസിലിറ്റികൾ. ഇനിയൊരു 4 രാത്രികളിൽ ഇവിടെയാണ് എൻ്റെ താമസം.